PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് നടന്ന LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 4ാം ഘട്ട പരീക്ഷ LGSൻ്റെ നടന്നിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് മറ്റുള്ള ഘട്ട പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു എളുപ്പമുള്ളൊരു ഫേസായിട്ടാണ് എനിക്ക് ചോദ്യപേപ്പർ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള പഠിച്ചവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി കാണും. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ കട്ട് ഓഫ് തീർച്ചയായിട്ടും ഉയരും. കാരണം അത്യാവശ്യം നമ്മുടെ ഇതിനുവേണ്ടി പരിശ്രമിച്ചവർക്കൊക്കെ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. അത്ര ഒരു മറ്റുള്ള സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ പരീക്ഷയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഡിസ്കഷനിലേക്ക് പോകാം. അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. 10th പ്രിലിംസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട്. അപ്പോൾ ആർക്കതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. അതിൽ കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി, LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്ട് പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ചോദ്യം, അതുപോലെ 10th പ്രിലിംസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് LPUP മിഷൻ 2026-27 ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഏത് വർഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? എല്ലാവർക്കും അറിയാമല്ലേ, 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡും ടൈം ടേബിൾ ബേസ്ഡും ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതായിരുന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജി ഇന്ത്യയിലെ നേതൃത്വ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? എല്ലാവർക്കും അറിയാമല്ലേ, ചമ്പാരൻ സത്യാഗ്രഹമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം അത് റൗലത്ത് നിയമമായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയും ബന്ധമില്ലാത്തത് ആര്? ഇതിനകത്ത് ആരാണ് ബന്ധമില്ലാത്തത്? ഉധം സിംഗ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരം വരുത്തണം ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ, എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആര്? ആരാണ് ഇന്ത്യൻ നിർമ്മാണമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി എന്ന് പറയുന്നത്? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധമില്ലാത്തത് ആര്? ആരാണ് ബന്ധമില്ലാത്തത്? ഡോക്ടർ S രാധാകൃഷ്ണനാണ് ബന്ധമില്ല. ഡോക്ടർ BR അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റുവിനൊക്കെ ബന്ധമുള്ളവരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ മൗലിക അവകാശത്തിൽ പെടുന്നതായത് ഏതൊക്കെയാണ്? മൗലിക അവകാശത്തിൽ പെടുന്നത് നോക്കിക്കേ. സമത്വത്തിനുള്ള അവകാശം മൗലിക അവകാശത്തിൽ പെടുന്നവയാണ്. സ്വത്ത് വാങ്ങാനുള്ള അവകാശം മൗലിക അവകാശമല്ല. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം മൗലിക അവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം മൗലിക അവകാശമാണ്. ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം അത് മൗലിക അവകാശമാണ്. അത് മൗലിക അവകാശങ്ങളിൽ പെടുന്നതല്ല. പക്ഷേ യാത്ര ചെയ്യാൻ നമുക്ക് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അത് മൗലിക അവകാശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, നിർദ്ദേശ സ്വത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് സമീപിക്കേണ്ടത് ആരെയാണ്? നിർദ്ദേശങ്ങൾ സ്വത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ സമീപിക്കേണ്ടത് ആരെയാണെന്നാണ് ചോദിച്ചത്. ആരെയാണ്? ഇതിനകത്ത് കോടതിയെ സമീപിക്കാനാകില്ല എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന രാജ്യം നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ്. പാർലമെൻറ്റ് പ്രധാനപ്പെട്ട ചുമതല എന്താ? നിയമനിർമ്മാണമാണ് പാർലമെൻറ്റ് പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. പ്രസ്താവന എന്താണ്? ബന്ധമില്ലാത്തതാണ്. ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. 1903 SNDP സ്ഥാപിച്ചു, ശരിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, ശരിയാണ്. സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? കേരള കലാമണ്ഡലവും സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാ? വള്ളത്തോൾ നാരായണ മേനോനാണ്. സമപന്തി ഭോജനം നടപ്പിലാക്കിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരുമായി ബന്ധപ്പെട്ടതാണ്? സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കിട്ടിയവരെല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വേഗം കർപ്പിച്ച് പോകുമായിരിക്കും അല്ലേ? കാരണം അത്ര സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതുവരെ നമ്മളെല്ലാം വായിച്ചത് തന്നെ അല്ലേ. എല്ലാവരും SCRT ഫാക്ടറാണ്. SCRTയിൽ അതേപടി കിടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ കേട്ടോ. സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചത് ആര്? സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത്
ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ബ്രസീലിനാണ് കേട്ടോ. ഏതാണ്? ബ്രസീലിനാണ്. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടതിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് മാത്രം, ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിരുന്നു അല്ലേ. ഇത് മാത്രം കൺഫ്യൂഷൻ വന്നു കാണും. ശ്രീലങ്കൻ നിലവിലെ പ്രസിഡന്റ് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് കേട്ടോ, റനിൽ വിക്രം സിൻഹയാണ്. അടുത്ത ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാ? VP മേനോനാണ്. പിന്നെ അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ഇത് നമ്മുടെ ഈ ഒരു VP മേനോൻ്റെ ചോദ്യമൊക്കെ ആയാലും SCERT ഫാക്ട് എന്നുള്ളതാണ്. ചേരുംപടി ചേർക്കാനായിട്ട് ഇവിടെ ഫിലായി, റുക്കേല, ദുർഗാപൂർ, ബൊക്കാറോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ SCERT സോഷ്യൽ സയൻസിൻ്റെ അതിനകത്ത് കിടക്കുന്നൊരു അതേപടി തന്നെ കോളം വരച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണെന്ന്. അപ്പോൾ ഫിലായി ഏതാണ്? ഫിലായി സോവിയറ്റ് യൂണിയൻ ആണല്ലേ. ഫിലായി സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ആണ്. റുക്കേല ജർമ്മനി തന്നെയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. കണ്ടോ, അത് നേരെ തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ് കേട്ടോ. അടുത്തത്, വിദ്യാഭ്യാസത്തെ സംസ്കാരം ബന്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി ആണ് കേട്ടോ. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ന്യൂഡൽഹി ആണ്. പുതിയ സഹപ്രസ്ഥത്തിലേക്ക് ഇന്ത്യ നയിക്കുന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 1986 കേട്ടോ. 1986. രാഷ്ട്ര പുരോഗതി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃക വിദ്യാഭ്യാസം നടപ്പിലാക്കണം ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? 10+2+3 വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഓപ്ഷൻ സി ആണ്. ലോക ഫുട്ബോൾ ദിനം എന്നാൽ ലോക ഫുട്ബോൾ ദിനം മെയ് 25 ലോക ഫുട്ബോൾ ദിനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2024 കറണ്ട് അഫെയർ ആണ്. ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രതിഭ റായ് ആണ് കേട്ടോ. ഓപ്ഷൻ A പ്രതിഭ റായ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റേത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും അതുപോലെ തന്നെ ഡിയുമാണ് തെറ്റായിട്ട് വരിക. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണല്ലേ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തെറ്റേത്? ഏതാണ്? ഓപ്ഷൻ ഡി തെക്ക് കിഴക്ക് ഭൂട്ടാൻ എന്നതാണ് തെറ്റ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണ് ഒറ്റയാനെ കാണുന്നത്? ഹിമാലയമാണല്ലേ. ഏതാണ്? ഹിമാലയമാണ്. അടുത്തത്, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയെ തെറ്റായ വിവരം ഏത് എന്ന് ചോദിച്ചേക്കുന്നേ. ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ട് വരുന്നത്? ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരിയാണ്. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെട്ടാറുള്ള ഇടിയോടുകൂടി ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണല്ലേ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. ശരിയാണോ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷത ശരി ഏത്? സവിശേഷതകളിൽ ശരി ഏത് എന്ന് ചോദിച്ചേക്കുന്നത് 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയാനാണ് ചോദിച്ചേക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തെയും യോജിപ്പിക്കുന്നത് മലമ്പാത. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഏതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? പാലക്കാട് ചുരത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ സൂചിപ്പിക്കുന്നത്. കേരള നദികളുടെ നീളത്തിൻ്റെ അടിസ്ഥാനം നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുമ്പോൾ ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ എന്ന രീതിയിലാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. കേരള നദികളിൽ ഒറ്റയാനെ കണ്ടെത്തുക. കേരളത്തിൽ നദികളിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ഒറ്റയാനായിട്ട് വരുന്നത്? നെയ്യാറാണല്ലേ. നെയ്യാറാണ്. താഴെ തന്നിരിക്കുന്ന കേരള ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 3 ആണ് വരുന്നത്. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ല ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണ് ആ ഒറ്റയാനായിട്ട് വരിക? സിയാൽ പദ്ധതി എറണാകുളം എന്താണ് ഒറ്റയായിട്ട് വരുന്നത് കേട്ടോ. കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. ഇത് കറണ്ട് അഫെയർ ആണ്. ആരാണ് കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? സജി ചെറിയാനാണ് അല്ലേ. ഓപ്ഷൻ എ സജി ചെറിയാനാണ്. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിര പ്രദേശം സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതമാണിത്. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെ നക്ഷത്ര ആമയുടെ വാസസ്ഥലം ഏതാ? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ആരെന്ന് ചോദിച്ചേക്കുന്നത്.
ഗ്രാമസഭയുടെ കൺവീനറാണ് ആര്? വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? ഏതാണ്? എറണാകുളം ജില്ലയിലാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന സംയോജിത പോർട്ടൽ ഏതാണ്? കതിറാപ്പാണ് കേട്ടോ. കതിറാപ്പ്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? 89.45 മീറ്ററാണ്. യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചികയിൽ 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134 സ്ഥാനമാണ്. അടുത്ത ചോദ്യം, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ട സംഗീത ശൈലി ഏതാ? ഖവാലിയാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്ക് ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെയാണ് കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ, അതായത് ഈ സാമ്പത്തിക വർഷം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ SCRT നിന്നാണ് കേട്ടോ. ഒത്തിരി ചോദ്യങ്ങൾ SCRT നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ SCRT ഇതുപോലെ തന്നെ കോട്ടടക്കം കിടക്കുന്നതാണ്. മഹാത്മാഗാന്ധിയാണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസ മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഏതാണ്? 800 ആണ് കേട്ടോ. ഓപ്ഷൻ ബി 800 ആണ് റൈറ്റ് ആൻസർ. ലോക അധ്യാപക ദിനമാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ലോക അധ്യാപക ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 5 ആണ് കേട്ടോ. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്രയാണ്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷം വഹിക്കുന്ന രാജ്യം ഏതാ? ബ്രസീലാണ്. ബ്രസീൽ. അടുത്ത ചോദ്യം, പ്രസ്താവന വിലയിരുത്തി താഴെ പറയുന്നവയെന്നും ശരിയായ ഉത്തരം കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായി? ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ശ്വാസകോശ ധമനി. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ് അല്ലേ. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സ്ഥിര. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. പ്രസ്താവന ശരിയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സ്ഥിര. പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ബിയും സിയുമാണ് ഇവിടെ ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ്? നോക്കിക്കേ, എയും ഡിയുമാണ് അല്ലേ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് എയും ഡിയുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതാണ്? ജ്വാലാമുഖിയാണ് അല്ലേ. താഴെ പറയുന്ന ഫിറമോണിന് ഉദാഹരണമായത് ബോംബിക്കോൾ ആണ് ഫിറോമിന് ഉദാഹരണമായിട്ടുള്ളത്. താഴെ പറയുന്ന ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണമായിട്ട് വരിക. അടുത്ത ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ച ഏത് രോഗത്തിനുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഏതാണ്? COVID-19 ഉള്ളതാണ് അല്ലേ. COVID-19 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നിപ്പ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ്. ധവള പ്രകാശം അതിലെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രവർത്തനമാണ് പ്രകീരണം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ 10th പ്രിലിംസിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നു. അവ നമ്മുടെ ശരീരത്തിൽ കുത്തി വയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഫോർമിക് ആസിഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ഫോർമിക് ആസിഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താപം പ്രക്ഷേപണം ചെയ്യുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? വിസരണമാണ് താപം പ്രക്ഷേപണം ചെയ്യുന്ന രീതികളിൽ പെടാത്തത്. താഴെ തന്നിരിക്കുന്ന പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? പിച്ചളയുടെ ഘടകമായിട്ട് വരുന്ന ലോഹം എന്ന് പറയുന്നത് സിങ്ക് ആണ് കേട്ടോ. സിങ്ക് ആണ്. അടുത്തത്, പണ്ട് മരുഭൂമികളുടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്ര ഗണം വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമേ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയോ ആണ് കേട്ടോ. ലാവോസിയോ ആണ് മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. അടുത്തത്, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രയാൻ 3 ആണല്ലേ. ചേരുംപടി ചേർത്ത് ശരിയായിട്ടുള്ള ചോദിച്ചേക്കുന്നത് ചേരുംപടി ചേർക്കാനായിട്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോറി, ഓപ്ഷൻ ഡി അല്ല കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, മന്ദരോഗം പരത്തുന്ന കൊതുക് ക്യുമുലസ് ആണ് മന്ദരോഗം പരത്തുന്നത്. താഴെ തന്നിരിക്കുന്ന വായുവിലൂടെ പകരുന്ന രോഗം വായുവിലൂടെ പകരുന്ന രോഗം മീസിൽസ് ആണ് കേട്ടോ. മീസിൽസ് ആണ് വായുവിലൂടെ പകരുന്ന രോഗം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ആവശ്യമായിട്ടുള്ള ഘടകം
ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇരുമ്പാണല്ലേ, ഇരുമ്പാണ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ ആണ് കേട്ടോ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ തന്നിരിക്കുന്നവ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന: ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണോ പ്രമേഹത്തിന് കാരണം? പ്രസ്താവന തെറ്റാണല്ലേ, തെറ്റാണ്. പ്രസ്താവന തെറ്റാണ് കേട്ടോ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. പ്രസ്താവന ശരിയാണ്. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. പ്രസ്താവന തെറ്റാണ്. 2ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാ? എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം എല്ലാവർക്കും അറിയാമല്ലേ, ശ്വാസകോശമാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാ? മൃദുസഞ്ജീവനിയാണ്. മൃദുസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാ? മോഹൻലാലാണ്. അടുത്ത ചോദ്യം: ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് പദ്ധതി? അമൃതം ആരോഗ്യമാണ്. 2024 ഒളിമ്പിക്സിൽ മത്സരിച്ച ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ ചിത്രം ഏതാ? ആട്ടമാണ് കേട്ടോ. ആട്ടമാണ് റൈറ്റ് ആൻസർ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യശരീരത്തിന് എത്തുന്നത് ഏതിലൂടെയാണ് എത്തുന്നത്? മലിനജലത്തിലൂടെയാണ് എത്തുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? എസ് സോമനാഥാണല്ലോ ഇപ്പോഴത്തെ ചെയർമാൻ. ഇനി നമുക്ക് മാത്സിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. ജസ്റ്റ് ആൻസർ മാത്രമായിരിക്കും കേട്ടോ പറഞ്ഞു പോകുന്നുള്ളൂ. അതിനകത്ത് 81നും 82നും ആൻസർ ഇതിനകത്ത് ഇല്ല, കൊടുത്തിട്ടില്ല. ഇനി 83 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 83 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതിൽ 84 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 154 ആണ്. 85 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 375 ഓപ്ഷൻ സി ആണ്. 86 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 500 ആണ്. ഇനി 87 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1408 ആണ്. 88 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 5 ആണ്. 89 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി 16 ആണ്. 90 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 10 ആണ്. ഇനി 91 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 4 ആണ്. 92 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 20 ആണ്. 93 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 94 അടുത്തത് 94 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 16 ആണ് കേട്ടോ. ഓപ്ഷൻ സി 16 ആണ് 94 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 95 റൈറ്റ് ആൻസർ കൊടുത്തിട്ടില്ല. 96 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് കേട്ടോ. 96 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 97 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 264 ആണ്. അടുത്ത ചോദ്യം: 98 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചതുർഭുജമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 99 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 19 ആണ്. 100 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലുള്ള എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു ഈ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. കട്ട് ഓഫ് ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നിങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആൻസേഴ്സൊക്കെ കറക്റ്റ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ചോദ്യപേപ്പർ എളുപ്പമായിരുന്നു അല്ലേ. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ചോദ്യപേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ 10th പ്രിലിംസിന് റെഗുലറി ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ റെഗുലർ ക്ലാസ് എടുക്കുന്നതിൽ ഒരുപാട് നമ്മൾ പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത് ചോദ്യപേപ്പർ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി LGS എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആൻസർ ചെയ്യാൻ പറ്റി കാണും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുപോലെ 10th പ്രിലിംസിന് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക്